നമസ്കാരം, മൈ മിഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ഹോണ്ട SB125 ആണ്. ഈ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് BS6 വേരിയൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് 2019 ഡിസംബറിന് സ്റ്റാർട്ടിംഗ് ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വണ്ടിയുടെ ടോട്ടലായിട്ടുള്ളൊരു പിക്ചർ. ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്, അതായത് ഹൈലൈറ്റ് മെയിനായിട്ടുള്ളത് 6 ഫീച്ചേഴ്സാണ്. അതിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ സൈലൻറ്റ് സ്റ്റാർട്ട് വിത്ത് ACG. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഇത് എൻജിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്, അധികം നോയ്സ് ഒന്നുമില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോർമൽ നോയ്സിലേക്ക് വരുന്നതായിരിക്കും. ഇതാണ് സൈലൻറ്റ് സ്റ്റാർട്ട് വിത്ത് ACG എന്നാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് പറയാനുള്ളത് ഷാർപ്പ് LED DC ഹെഡ്ലാമ്പാണ്. അതായത് ഈ വാഹനത്തിന് LED ഹെഡ്ലാമ്പാണ് വരുന്നത്. അത് ശരിക്കും നമ്മുടെ യൂണിക്കോണിൻ്റെ ഇതുപോലെ അല്ലെങ്കിൽ ഹോർനെറ്റിൻ്റെ അതേ ഹെഡ്ലാമ്പാണ് ഈ വാഹനത്തിന് വരുന്നത്. സെയിം ആ ഒരു യൂണിറ്റ് തന്നെ, ഹോർനെറ്റിൻ്റെ സെയിം യൂണിറ്റാണ് ഈ വാഹനത്തിന് LED ഹെഡ്ലാമ്പായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഫീച്ചർ എന്നുള്ളത് ഇതിൻ്റെ ഫുൾ ഡിജിറ്റൽ മീറ്ററാണ്. അതായത് ഇതിൻ്റെ മീറ്റർ കൺസോൾ ഫുൾ ഡിജിറ്റലാണ്. അത് നമ്മൾ വണ്ടി ചുറ്റി കാണിക്കുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. അടുത്ത് പറയാനുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ്. അതായത് ഈ വാഹനത്തിന് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്വിച്ച് എന്നുള്ള രീതിയിലാണ്. അതാണ് ഈ കൊടുത്തിട്ടുള്ള ഇത്. അതും നമ്മൾ ആ ഒരു ഡിസൈൻ കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയാനുള്ളത് 3+3 ഇയേഴ്സ് വാറൻറ്റി പാക്കേജാണ്. അതായത് നോർമൽ വാറൻറ്റി എന്ന് പറഞ്ഞാൽ 3 ഇയേഴ്സിൻ്റെ ഇതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എക്സ്ട്രാ 3 ഇയേഴ്സിൻ്റെ ആ ഒരു സർവീസ് പാക്കേജ്, സർവീസ് വാറൻറ്റി ഉണ്ട്. അതാണ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയാനുള്ള ഇൻറ്റിഗ്രേറ്റഡ് ഹെഡ് ലാമ്പ്, അതുപോലെ ബീം ആൻഡ് പാസിംഗ് സ്വിച്ച്. അതായത് ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ച് എന്നുള്ളത് ആ ഒരു ഓൺ സ്വിച്ചിൻ്റെ ഇതും ഈ പറഞ്ഞ ഇത് ഡീറ്റെയിൽ തരും. ബീം, പാസിംഗ് സ്വിച്ച്, അതുപോലെ തന്നെ ഡിം സ്വിച്ച് എല്ലാം ഒറ്റ സ്വിച്ചേ ഉള്ളൂ. 2-3 സ്വിച്ച് ഇതിനകത്ത് വരുന്നില്ല. ഒരു സ്വിച്ചിൽ തന്നെ 3 ഫീച്ചേഴ്സാണ് ഇതിന് വന്നത്. അതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വണ്ടി ഈ വാഹനത്തിൻ്റെ ഡിസൈനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഡിസൈൻ പറഞ്ഞ ഇതാണെന്ന് വെച്ചാൽ വലിയൊരു വൈസർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നല്ലൊരു വൈസർ ഒരു V ഷേപ്പിൽ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് LED ടൈപ്പ് ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. അതും ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ആ ഒരു ഹോർനെറ്റിന് കണ്ടുവരുന്ന സെയിം ഹെഡ്ലൈറ്റാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു 125cc വാഹനമാണ്. അതായത് BS6 വേരിയൻ്റ് ആയിട്ടാണ് ഈ വാഹനം ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അടുത്ത് ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രാഫിക്സിനെ കുറിച്ചാണ്. ശരിക്കും ഒരു 125cc വാഹനത്തിന് ഒരു ഗ്രാഫിക്സ് ആയിട്ട് ഇറക്കിയിട്ടുള്ള ഈ ഒരു വാഹനമാണ് ആദ്യത്തെ വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നല്ലൊരു അഗ്രസീവ് ലുക്ക് തരാനുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ലുക്കിലാണ് ഈ ഒരു ഗ്രാഫിക്സൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സാണ്. ഇൻഡിക്കേറ്റർ നല്ലൊരു ഷേപ്പിലാണ് ആ ഒരു ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് പറഞ്ഞ സമയത്ത് ഇതാ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മഡ് ഗാർഡാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ ഇതൊരു 125cc സെഗ്മെൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ഡിസ്ക് ബ്രേക്കാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ അതുപോലെ ടയറിൻ്റെ സൈസും ഇതൊക്കെ ഞാൻ സ്പെക്ക് പറയുമ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞു തരാം. ചെറിയൊരു ടയറാണ് ഈ വാഹനത്തിന് വരുന്നത്. സൈഡ് ഇതിലേക്ക് വരുമ്പോൾ ഇതാ ഒരു മഡ് ഗാർഡിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മഡ് ഗാർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് കളറിലെ റിഫ്ലക്ടർ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ടയർ സൈസും ഇതൊക്കെ ഞാൻ സ്പെക്കിൽ പറയും. ഒരു ബാക്ക് സൈഡിൽ ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു ഫിനിഷ്ഡ് ഫസ്റ്റ് ഒരു ഗ്ലോസി ഫിനിഷോട് ഇത് വന്നിട്ട് താഴത്തോട് വരുമ്പോൾ ആ ഒരു ഫെൻഡേഴ്സിൻ്റെ ഇത് ഒരു മാച്ച് അല്ലെങ്കിൽ ഒരു ഫൈബർ ഇതോടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് ഇതായിട്ട് വരുമ്പോൾ ഹോണ്ട എന്നുള്ളൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ബാഡ്ജിങ് ആണ്
ഹോണ്ടയ്ക്ക് വന്നിട്ടുള്ളത്. ഈ SP125 എടുത്ത് നോക്കുമ്പോൾ പിന്നെ അടുത്ത് വരുന്ന ഇതിൻ്റെ മെയിൻ പാർട്ട് വരുന്നത് ഇതിൻ്റെ ഗ്രാഫിക്സ് ആണ്. ഈ വാഹനത്തിൻ്റെ ഗ്രാഫിക്സ് വന്നിട്ടുള്ളത് ഇത് ഇപ്പോൾ ഈ ഒരു കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രൈക്കിംഗ് ഗ്രീൻ എന്നാണ് ഈ ഒരു കളറിന് വന്നിട്ടുള്ളത്. BS6 മാത്രമാണ് ഈ വാഹനം കമ്പനി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ, അതായത് ഈ ഒരു ഗ്രാഫിക്സോടുകൂടി ഒരു കളറിന് വന്നത് സ്ട്രൈക്കിംഗ് ഗ്രീൻ എന്നുള്ള കളറാണ്. പിന്നെ അടുത്ത കളർ ഈ വാഹനത്തിനുള്ളത് ഇമ്പീരിയൽ റെഡ് മെറ്റാലിക് എന്നാണ്. അതായത് വണ്ടിയുടെ കളറിനനുസരിച്ച് ആ ഒരു ഗ്രാഫിക്സിൻ്റെ കളറും മാറും. ഇവിടെ ഈ ബ്ലാക്ക് കളർ വണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫിക്സ് ഇത് വന്നത്. ഈ വണ്ടിയുടെ ഈ ബ്ലാക്കിന് പകരം റെഡ് വരുമ്പോൾ അത് ഇമ്പീരിയൽ റെഡ് മെറ്റാലിക് എന്നുള്ളൊരു കളറാണ് വരുന്നത്. ആ ഒരു സമയത്ത് ഗ്രാഫിക്സ് വരുന്ന ഒരു സിൽവർ ഗ്രാഫിക്സ് ആണ് വരിക. അടുത്ത കളർ ഈ വാഹനത്തിന് പറയാനുള്ളത് പേൾ സിറിയൻ ബ്ലൂ ആണ്. ഈ പേൾ സിറിയൻ ബ്ലൂ എന്നുള്ള കളറിൽ ഈ ബ്ലാക്കിന് വരും ബ്ലൂ കളർ വരും, ആ ഒരു ഗ്ലോസി ഫിനിഷോട് കൂടി തന്നെയാണ്. അപ്പോൾ ഗ്രാഫിക്സ് വരുന്ന സമയത്ത് ഒരു റെഡ് കളറും അതുപോലെ തന്നെ ഒരു സിൽവർ കളറായിരിക്കും ഗ്രാഫിക്സ് വരുന്നത്. നെക്സ്റ്റ് ഈ വാഹനത്തിൻ്റെ കളർ എന്ന് പറയാനുള്ളത് മാറ്റ് ആക്സിസ് ഗ്രേ മെറ്റാലിക് ആണ്. അതായത് മാറ്റ് ഫിനിഷോട് കൂടി ഒരു ഗ്രേ കളറാണ് അടുത്ത കളർ ഈ വാഹനത്തിനുള്ളത്. അപ്പോൾ ഈ ഗ്രാഫിക്സും കാര്യങ്ങളൊന്നുമില്ല, അതിന് പകരമായിട്ടുള്ളത് പ്ലെയിൻ ഇതിൽ തന്നെ ഈ ഒരു ബാഡ്ജിങ്, അതായത് ഹോണ്ട എന്ന് കൊടുത്തിട്ടുള്ള ഈ ക്രോം ഫിനിഷിൻ്റെ ബാഡ്ജിങ് മാത്രമേ ഈ വാഹനത്തിന് ഉണ്ടാവുള്ളൂ. പിന്നെ താഴത്തേക്ക് വരുന്ന സമയത്ത് നല്ലൊരു എയർ വെൻറ്റ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു 5 സ്പീഡാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടി ഹോണ്ട എന്നുള്ള ഒരു എംബ്ലത്തോട് കൂടിയ ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിന് വന്നത്. പിന്നെ അടുത്ത ഇത് പറയാനുള്ളത് ഒരു സൈഡിൻ്റെ ഇതാണ്. സൈഡിൽ വരുമ്പോൾ തന്നെ ആ ഒരു ഗ്രാഫിക്സിൻ്റെ കൂടെ താഴത്ത് തന്നെ SP125 എന്നുള്ളൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഡിസൈനോട് കൂടിയാണ് ആ ഒരു സ്റ്റിക്കർ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഡ്യുവൽ ടോൺ എന്നുള്ള കളർ വേരിയൻറ്റ് പോലെയാണ്. അതായത് ഫ്രണ്ടിലെ ടാങ്കിൻ്റെ ആ ഒരു സെക്ഷനിൽ ബ്ലാക്ക് കളറും സൈഡിലേക്ക് ഇതായിട്ട് വരുമ്പോൾ ഒരു ഗ്രേ കളർ ഇതായിട്ടാണ് ഈ വാഹനത്തിന് വന്നത്. അതും നല്ലൊരു ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടാങ്കാണ്. സാധാരണ 125cc വാഹനത്തിനൊക്കെ ഈ ഒരു ടാങ്കിൻ്റെ ഒരു ഇത്ര വലിപ്പമുള്ള ഒരു അഗ്രസീവ് ലുക്കുള്ള ടാങ്ക് ആയിരിക്കില്ല, ഒരു ചെറിയ ടാങ്കാണ് വരുന്നത്. പക്ഷേ SP125 എന്നുള്ള ഈ വാഹനത്തിന് 125cc ആയിരുന്നിട്ട് കൂടി അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ടാങ്കാണ് ഈ വാഹനത്തിനുള്ളത്. ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 11 ലിറ്റേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സൈഡിൽ ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ലൈനിങ്ങും അതുപോലെ തന്നെ ആ ഒരു വലിപ്പവും ഇതൊക്കെ എങ്ങനെ പോയാലും ഒരു നല്ലൊരു സ്പോർട്ടി ഫിനിഷോട് കൂടിയാണ് ഈ വാഹനത്തിൻ്റെ കളറും ഇതൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇനി എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ സീറ്റാണ്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു അത്യാവശ്യം നല്ലൊരു വീതിയുള്ള ഒരു സീറ്റാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ആ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് വരുന്നത് 170 സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 790 mm ആണ് വരുന്നത്. 790 സീറ്റ് ഹൈറ്റിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്കായാലും ഇപ്പോൾ പൊക്കം കുറഞ്ഞ ആൾക്കായാലും നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ പറ്റും. ഈ 790 mm സീറ്റ് ഹൈറ്റിൻ്റെ ഇതിൽ ഓടിക്കുന്ന ആൾക്ക് നല്ലൊരു കംഫേർട്ട് എന്നുള്ള രീതിയിലുള്ള സീറ്റും അതുപോലെ തന്നെ ബാക്കിലുള്ള ആൾക്കും അതുപോലെ തന്നെ നല്ല കംഫേർട്ട് തരുന്ന ഒരു സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട ഇതിൻ്റെ ഗ്രാബ് റെയിലാണ്. ബാക്കിലെ ഗ്രാബ് റെയിൽ വരുമ്പോൾ അതും നല്ലൊരു ഹാൻഡിൽ ബാറാണ്, സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാറാണ് കൊടുത്തിട്ടുള്ളത്, ഹാൻഡിൽ ബാറാണ്. അതും നല്ലൊരു ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ഗ്രാബ് റെയിലാണ് വാഹനത്തിനുള്ളത്. അതിപ്പോൾ നമ്മൾ ബാക്കിലിരിക്കുന്ന ആൾക്ക് ശരിക്കും കയ്യെത്തി പിടിക്കാം എന്നുള്ള രീതിയിൽ തന്നെ ആണ് ആ ഒരു ഇതിൻ്റെ ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി എടുത്ത് പറയേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ ഒരു ബാക്ക് സൈഡിൽ ഇതാണ്. അത് ഈ സൈഡിൽ നമ്മൾ സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സാരി ഗാർഡ് വന്നിട്ടുണ്ട്. ആ സാരി ഗാർഡിൻ്റെ ഇതിൽ നമ്മുടെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൈബറിൻ്റെ ഫിനിഷും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അയണിൻ്റെ ഫിനിഷും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ വരുന്ന സമയത്ത് ഒരു ഫുഡ് റെസ്റ്റിൻ്റെ ഇത് വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലേഡീസിനുള്ള ഒരു നല്ല കംഫർട്ടോട് കൂടി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാരി ഗാർഡാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അടുത്തത് പറയാനുള്ളത് സെൻറ്റർ സ്റ്റാൻഡും ഉണ്ട്, അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡും ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കിലേക്ക് പോവാം. ബാക്ക് സൈഡിൽ നല്ലൊരു ടൈൽ ലാമ്പാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അത് നല്ല സ്പോർട്ടി ഫിനിഷോട് കൂടിയുള്ള ടൈൽ ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴത്തായിട്ട് ഹോണ്ട എന്നുള്ളൊരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ ഈ ഭാഗത്തായിട്ട് നമ്പർ പ്ലേറ്റ് വരും. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു റെഡ് കളർ റിഫ്ലക്ടറും വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫെൻഡേഴ്സ്, നല്ലൊരു ഷേപ്പിലുള്ള ഒരു ഫെൻഡേഴ്സാണ്, ഒരു ഒതുങ്ങിയ ഷേപ്പാണ് ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അതുകൂടെ തന്നെ ചേർന്നിട്ടുള്ള 2 സ്പോർട്ടി ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതായിട്ട് വരുമ്പോൾ മീറ്റർ കൺസോളിനടുത്ത് കാണിച്ചു തരാം. മീറ്റർ കൺസോളിൻ്റെ ഇത് വരുമ്പോൾ ഈ വാഹനത്തിന് വരുന്നത് ഫുൾ ഡിജിറ്റൽ മീറ്ററാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ മീറ്റർ കൺസോൾ ഓണാക്കാൻ നിവൃത്തിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ആപ്പ് വഴിയാണ് ഇതിനെ സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ട് തൽക്കാലം ഓണല്ല.
അപ്പോൾ ഈ മീറ്റർ കൺസോൾ ഫുൾ ഡിജിറ്റലാണ് വരുന്നത്. അതിൽ എടുത്ത് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ ആ ഒരു ഡിസ്റ്റൻസ് ടു എംറ്റി, പിന്നെ അതുപോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും പിന്നെ അതുപോലെ എക്കോ ഇൻഡിക്കേറ്ററൊക്കെ ഈ മീറ്റർ കൺസോൾ വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽ ബാറാണ്. നല്ലൊരു ഫിനിഷോട് കൂടിയുള്ള ഒരു ചെറിയ ഹാൻഡിൽ ബാറാണ് ഈ വാഹനത്തിന് വരുന്നത്. അതും ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ സ്വിച്ചസിനെ കുറിച്ചാണ് പിന്നെ പറയാനുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചസാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ ഒറ്റ സ്വിച്ചേ ഉള്ളൂ. ഈ ഒരു ഒറ്റ സ്വിച്ചിൽ തന്നെ ഇത് ഹൈ ബീമിൻ്റെ സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ലോ ബീമിൻ്റെ ഉണ്ട്. താഴത്തേക്ക് കാണിക്കുമ്പോൾ ലോ ബീമിൻ്റെ സ്വിച്ചാണ്, മുകളിലേക്ക് വരുമ്പോൾ ഹൈ ബീമിൻ്റെ സ്വിച്ച് വരും. പിന്നെ തൊട്ട് മുകളിലത്ത് ഇതായാലും പാസിംഗ് ലൈറ്റായും അങ്ങനെ മൾട്ടി ഫങ്ഷണൽ ഒരു സ്വിച്ചാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലൈറ്റ് സ്വിച്ച് വരുന്നത്. അടുത്തത് തൊട്ട് താഴത്തേതായിട്ട് പറഞ്ഞ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഹോണിൻ്റെ സ്വിച്ച് വരും. പിന്നെ നമുക്ക് ആ ഒരു റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് അതും ഒരു സ്വിച്ച് തന്നെയാണ്. അത് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചും വരും, അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും തന്നെ ഉണ്ട്. ഇത് രണ്ടും ഈ ഒരു ഒറ്റ സ്വിച്ചാണ് വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഈ ഒരു നേരത്തെ തന്നെ ആ ഒരു ഫിനിഷോടുകൂടി ഹോണ്ടയുടെ എല്ലാ വാഹനത്തിനും കൊടുത്തിട്ടുള്ള അതേ ഒരു ഷേപ്പ് മിറർ തന്നെയാണ് ഇപ്പോഴും ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റിയാണ്. ടാങ്ക് കപ്പാസിറ്റി വരുമ്പോൾ 11 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതും നല്ലൊരു വീതിയുള്ളൊരു ടാങ്കാണ് ഈ വാഹനത്തിന് വരുന്നത്. അതും ഇതിൻ്റെ ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് അതുപോലെ തന്നെ ലിഫ്റ്റ് ഓപ്പൺ, പുഷ് ലോക്ക് എന്നൊക്കെയുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ആ ഒരു മീറ്റർ കൺസോളിൻ്റെ ഇത് തൊഴുത്തതായിട്ട് തന്നെ ഇതാ ഒരു ഹോണ്ട എന്നുള്ള ഒരു ബാഡ്ജിങ് ഈ ഭാഗത്ത് വരും ഹാൻഡിൽ ബാറിൻ്റെ ഇതിൽ. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്പെക്കും ബാക്കി ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാം. സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിന് ആദ്യം തന്നെ വരുന്നത് ഇത് ലെങ്ത്താണ്. 2220 ആ ഒരു ഇതിൽ വരുമ്പോൾ 2020 mm ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വിഡ്ത്ത് വരുമ്പോൾ 785 mm ആണ് ഈ വാഹനത്തിൻ്റെ വിഡ്ത്ത് വരുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് ഇതിൻ്റെ ഹൈറ്റാണ്. 1103 ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ വീൽ ബേസ് 1285 mm. പിന്നെ എടുത്ത് പറയേണ്ട ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിന് 160 mm ആണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് ആണ്. ഈ വാഹനത്തിന് 2 ടൈപ്പ് ഇതായിട്ട് വന്നത്. ഡിസ്ക് ബ്രേക്ക് വരുമ്പോൾ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് 118 കിലോഗ്രാം ആണ്. പിന്നെ അടുത്ത വേരിയൻ്റ് എന്ന് പറയുന്നത് ഡ്രം ബ്രേക്കാണ്. ആ ഡ്രം ഇത് വരുമ്പോൾ 117 കിലോഗ്രാം ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു വെയിറ്റ് ഡിഫറൻസ് ആ ഇതിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ആണ്. സീറ്റ് ഹൈറ്റ് വാഹനത്തിന് 705 ആണ്. അത് സീറ്റ് ഹൈറ്റ് ഇതിൽ ലെങ്ത്ത് വരുമ്പോൾ 705 mm, അതുപോലെ തന്നെ ഹൈറ്റ് വരുമ്പോൾ 790 mm ആണ് സീറ്റ് ഹൈറ്റും അതുപോലെ ലെങ്ത്തും വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ പറയാനുള്ള ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ്. 11 ലിറ്റേഴ്സിൻ്റെ വലിയൊരു ടാങ്കാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ള ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി. ഇനി അടുത്തത് ഇതിൻ്റെ ടൈപ്പാണ്. അതായത് ഈ ഒരു ടൈപ്പ് എഞ്ചിൻ്റെ 4 സ്ട്രോക്ക് എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. അതും ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ 124 cc ആണ്. അതിൽ തന്നെ ഇതൊരു മാക്സിമം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 kW at 7500 RPM ആണ്. അതായത് 7500 RPM-ലാണ് ഈ വാഹനത്തിൻ്റെ പവർ. നെക്സ്റ്റ് ഇതിൻ്റെ ടോർക്കാണ്. ടോർക്ക് വരുന്നത് 9 Nm 6000 RPM ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അതായത് BS6 ആയിട്ടാണ് ഈ വാഹനം ഇറക്കിയിട്ടുള്ളത്. കമ്പനി BS6 എന്നുള്ള ഒരു വേരിയൻറ്റിൽ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ അടുത്ത് പറയേണ്ടുള്ള ഇതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് മെത്തേഡാണ്. ഇതിന് സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ കിക്ക് സ്റ്റാർട്ടും ഉണ്ട്. 2 രീതിയിലും ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ക്ലച്ച് ടൈപ്പാണ്. ക്ലച്ച് വരുന്നത് മൾട്ടി പ്ലേറ്റ് വെറ്റ് ക്ലച്ചാണ് ഈ വാഹനത്തിന്. അതായത് നല്ല ഈസി ആയിട്ട് ഈ ക്ലച്ചിൻ്റെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈ വാഹനത്തിൻ്റെ ഗിയർ സിസ്റ്റമാണ്. ഒരു 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ടയർ സൈസാണ്. ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിന് വരുന്നത് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുമ്പോൾ അതൊരു 80/100 18 MC 47P അതാണ് ഫ്രണ്ടിലെ ആ ഒരു ടയർ സൈസ് വരുന്നത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ടയറിന് വരുന്നത് 80/100 18 MC 54P ട്യൂബ്ലെസ് ആണ് വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ടയർ വരുന്നത്. ഇനി അടുത്ത ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ബ്രേക്ക് സിസ്റ്റമാണ്. ബ്രേക്ക് സിസ്റ്റം അതല്ലെങ്കിൽ ബ്രേക്ക് ടൈപ്പ് അല്ലെങ്കിൽ സൈസ് ഇതൊക്കെയാണ്. അത് ബാക്കിൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിൽ വരുമ്പോൾ ഈ വാഹനത്തിന് ബാക്കിലെ സൈസ് വരുന്നത് ഡ്രമ്മാണ്. ഡ്രം ഇതാണ് 130 mm ആണ് ബാക്കിലെ ആ ഒരു ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഇത് വന്നത്. ഇനി അടുത്ത ഫ്രണ്ടിൽ വരുമ്പോൾ ഫ്രണ്ടിൽ ഇതിന് ഡിസ്കും ഉണ്ട്, അതുപോലെ തന്നെ ഡ്രമ്മും ഉണ്ട്. 2 വേരിയൻ്റ് ആയിട്ടുണ്ട്. ഡിസ്ക് വരുന്ന സമയത്ത് 240 mm ആണ് ഈ വാഹനത്തിന് ഡിസ്ക് ബ്രേക്ക് വരുന്നത്.
ഡ്രം ബ്രേക്ക് വരുമ്പോൾ 130 mm വരും. ഇനി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഫ്രെയിം ടൈപ്പാണ്. ഈ ഒരു കംപ്ലീറ്റ് ഫ്രെയിം ഈ വാഹനത്തിന് കൊടുത്തുള്ളത് ഒരു ഡയമണ്ട് ടൈപ്പ് എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് സസ്പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ആണ്. അതുപോലെ ബാക്ക് സൈഡിൽ വരുമ്പോൾ അത് ഹൈഡ്രോളിക് ടൈപ്പാണ് ബാക്ക് സൈഡിൽ വന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബാറ്ററി ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഈ വാഹനത്തിനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ കാര്യം പറയുമ്പോൾ LED DC ആണ് ഹെഡ് ലാമ്പ് വരുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് LED ടൈപ്പാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് വരുന്നത്, ഹാലോജൻ ടൈപ്പ് അല്ല. ഇനി എടുത്ത് പറയേണ്ടത് അതിൻ്റെ ഒരു സൈലൻസറിൻ്റെ ഇതാണ്. സൈലൻസറിൻ്റെ ആ വാഹനത്തിന് വരുമ്പോൾ ഇത് മിക്സ്ഡ് ഇതായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു മാറ്റ് ഫിനിഷോടുകൂടി സൈലൻസറും അതിൻ്റെ ടോപ്പ് ഇതിലായിട്ട് ഒരു ക്രോം ഫിനിഷോടുകൂടി ഒരു പ്ലേറ്റും വരുന്നുണ്ട്. ഇനി അടുത്ത് പറയുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ്സിനെ കുറിച്ചാണ്. ഈ ഒരു ഹൈലൈറ്റ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ്. അതായത് മെയിനായിട്ട് 6 ഹൈലൈറ്റ്സാണ് ഈ വാഹനത്തിനുള്ളത്. ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് വരുന്ന ഇത് LED ടൈപ്പ് ആ ഒരു ഹെഡ് ലാമ്പാണ് ആദ്യമായിട്ട് വരുന്ന ഇതാണ്. അതായത് ഇപ്പോൾ നൈറ്റ് വിസിബിലിറ്റി ഒക്കെ അല്ല, നല്ലൊരു വിസിബിലിറ്റിയാണ് നൈറ്റിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഹെഡ്ലൈറ്റ് കൊണ്ട് പ്രദാനം ചെയ്യുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ കാര്യമാണ്. ഈ സ്വിച്ചിൻ്റെ ഒറ്റ സ്വിച്ചിൽ തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഡിം ആക്കാനും അതുപോലെ ബ്രൈറ്റ് ആക്കണം, അതുപോലെ തന്നെ പാസിംഗ് ലൈറ്റൊക്കെ ഈ ഒറ്റ സ്വിച്ചിലാണ് വരുന്നത്. പിന്നെ അടുത്തത് പറയാനുള്ളത് മീറ്റർ കൺസോളാണ്. മീറ്റർ കൺസോളിൻ്റെ ഇതിൽ കംപ്ലീറ്റ് ഡിജിറ്റലാണ് വരുന്നത്. അതും ഇതുപോലെ തന്നെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും അതുപോലെ എക്കോ ഇൻഡിക്കേറ്ററൊക്കെ ആ ഒരു മീറ്റർ കൺസോളിൽ വരും. പിന്നെ അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് ആ ഒരു എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ചിൻ്റെ ഇത് വരുമ്പോൾ അതിൽ തന്നെ എൻജിൻ സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും ഈ ഒരു ഒറ്റ സ്വിച്ചാണ്. അതുപോലെ തന്നെ താഴത്തേക്ക് ആക്കി ഇത് സെൽഫ് സ്റ്റാർട്ടിലേക്ക് വരും. ഇനി ആ ഒരു അടുത്ത ഈ സെഗ്മെൻറ്റിൽ പറയുന്നത് ഇതിൻ്റെ ആ ഒരു സൈലൻറ്റ് നോയ്സിൻ്റെ കാര്യമാണ്. ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സാധാരണ ബൈക്കിൻ്റെ പോലെയല്ല, ഇതിൻ്റെ എൻജിൻ നോയ്സ് വളരെ കുറവാണ്. പിന്നെ എടുത്ത് ഫ്യൂൽ ഇഞ്ചക്ഷൻ വാഹനമാണ്. പിന്നെ എടുത്ത് പറയാനുള്ള ആ ഒരു സ്വിച്ചിൻ്റെ ഇതൊക്കെ പറഞ്ഞു. പിന്നെ ആ ഒരു വാറൻറ്റി ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, 3+3 ആണ് ഇതിൻ്റെ വാറൻറ്റി വരുന്നത്. അതായത് 3 ഇയേഴ്സിൻ്റെ വാറൻറ്റി ഉണ്ട്, പ്ലസ് ഇതിന് ഒരു സർവീസ് വാറൻറ്റി ഉണ്ട് 3 ഇയേഴ്സിൻ്റെ. അത് ആ ഒരു സർവീസ് ചെയ്യുന്ന സമയത്ത് ആ വാറൻറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കളർ വേരിയൻറ്റിനെ കുറിച്ച് ഞാൻ ആദ്യമേ സംസാരിച്ചാണ്. ഇനി അടുത്തതിൻ്റെ പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസിനൊക്കെ കുറിച്ചാണ്. എക്സ് ഷോറൂം പ്രൈസും അതുപോലെ തന്നെ ഓൺ റോഡ് പ്രൈസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. എക്സ് ഷോറൂം പ്രൈസ് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ ഡ്രം ബ്രേക്കും വരും എന്തൊക്കെയാണുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇനി വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസും അതുപോലെ തന്നെ ഓൺ റോഡ് പ്രൈസൊക്കെയാണ് പറയാനുള്ളത്. എക്സ് ഷോറൂം പ്രൈസ് വരുമ്പോൾ ഇത് ഡിസ്ക് ബ്രേക്കിനും അതുപോലെ തന്നെ ഡ്രം ബ്രേക്കിനും 2 പ്രൈസാണ് വരുന്നത്. ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിൽ SP125 എന്നുള്ള ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 85,728 ആണ്. അതായത് 85,728. ഈ വാഹനത്തിൻ്റെ SP125ൻ്റെ ആ ഒരു ഡ്രം ബ്രേക്ക് വരുമ്പോൾ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 81,432 ആണ്. അതായത് 81,432 ഇതിൻ്റെ ഡ്രം ബ്രേക്കിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിലൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ഈ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പറിലൊക്കെ അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അടുത്ത് പറയാനുള്ള ഈ വാഹനത്തിൻ്റെ മൈലേജാണ്. കമ്പനി പറഞ്ഞ മൈലേജ് 74 പക്ഷേ ഒരു ഓൺ റോഡ് ഈ വാഹനത്തിന് വരുന്നത് എങ്ങനെ പോയാലും 70ൻ്റെ അത്ര മൈലേജ് എന്തായാലും വാഹനത്തിന് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത് പറയാനുള്ള ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇതിൽ കൂടുതൽ മൈലേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഈ വാഹനത്തിൻ്റെ ഈ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. അതായത് ഇപ്പം ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത് പാലാരിവട്ടത്തിൻ്റെ അടുത്തുള്ള മുത്തൂറ്റ് ഹോണ്ട എന്നുള്ള ഒരു ഷോറൂമിലാണ്. കറക്റ്റായിട്ട് ലൊക്കേഷൻ വരുന്നത് മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.